ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നണികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുമുന്നണിയുടെ നായകനും മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയനാണ് ഈ സന്ദർഭത്തിൽ മീഡിയ വണ്ണിനൊപ്പം ചേരുന്നത്. സ്വാഗതം. ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്നായി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യത്തിന് സമയം കിട്ടുമോ? തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിനുള്ള സമയം കുറവ് തന്നെയായിരിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ അതിനനുസരിച്ച് കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാനുള്ളത്. അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയാണ്. അതെ. അതിലിപ്പോൾ LDF സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താനൂർ ഉൾപ്പെടെ ചില മണ്ഡലങ്ങളിൽ, മലപ്പുറത്തെ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അതിപ്പോൾ അത് ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടായി മാറില്ലല്ലോ, അല്ലേ? ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികൾ വരും. ഓക്കെ. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ സ്ഥാനാർത്ഥി നിർണയം കുറച്ച് അലമ്പായി. അതിൽ പല വിധത്തിലുള്ള തർക്കങ്ങളും ഒക്കെ വന്നു. അത് കുറച്ച് നീണ്ടുപോയി. പക്ഷെ ഇപ്പോൾ ഫൈനലി അവർ ഗോതയിലെത്തി. അത് അവിടെ ഉണ്ടായിട്ടുള്ള ഈ അധികാര തർക്കങ്ങളും മറ്റും ഒരു രാഷ്ട്രീയമായി മുതലെടുക്കാൻ LDF ശ്രമിക്കുമോ? അല്ല, അത് എത്ര കണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ഭാഗമായിട്ട് വരുമെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലാണ് കണ്ടറിയേണ്ടത്. കാരണം പല തർക്കങ്ങളും പരിഹരിച്ചു പോകുമല്ലോ. തർക്കമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. പരിഹരിച്ചതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. സാധാരണ നിലക്ക് പരിഹരിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളുണ്ടാവില്ലല്ലോ. രാവിലെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടു, കെ സുധാകരൻ അങ്ങനെ ഒരു നിലപാടെടുത്തത് നന്നായി, അദ്ദേഹം പാർട്ടിയെ അനുസരിച്ചു എന്നത് സാധാരണഗതിയിൽ നല്ല കാര്യമാണെന്ന് CM പറയുന്നത് കേട്ടു. അല്ല, അതൊരു പാർട്ടി നേതാവ് എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടിനെ പറ്റി ഞാൻ പറഞ്ഞതാണ്. അതാണ് ഉണ്ടായത്. മറ്റായിരുന്നല്ലോ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നത്. അതെ. ഇപ്പോൾ ധർമ്മടത്ത് 3-ാം തവണയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. ആദ്യ തവണ 35,000-ൽ പരം ഭൂരിപക്ഷമായിരുന്നു. രണ്ടാമതായപ്പോൾ അത് 50,000-ൽ പരമായി. ഇത്തവണ എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു? അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. ഏതായാലും ജനങ്ങൾ നല്ല നിലയിൽ തന്നെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അത് എത്ര എന്നുള്ളത് പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്തായാലും 21-നേക്കാൾ കൂടുതലായിരിക്കും. വേറെ ഒരു അസ്വീകാര്യത ഇതേവരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നല്ല രീതിയിലുള്ള പിന്തുണ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ നൽകി വരുന്നത്. ഇവിടെ എത്ര ദിവസം പ്രചാരണം ഉണ്ടാവും? വളരെ ചുരുക്കം ദിവസങ്ങളെ പ്രചരണത്തിനെടുക്കാൻ സാധിക്കും. കാരണം നാളെ രാത്രി ഞാൻ പോയാൽ പിന്നെ മറ്റ് ജില്ലകളിലാണ്. അത് കഴിഞ്ഞ് ഇവിടെ മണ്ഡലത്തിൽ വരുന്നത് 4-ാം തീയതി തൊട്ടാണ്. അപ്പോൾ 4, 5, 6, 3 ദിവസമാണ് മണ്ഡലത്തിൽ സാധാരണ നിലക്ക് ഉണ്ടാവുക. അത് 7-ാം തീയതി എന്ന് പറയുന്നത് കൊട്ടിക്കലാശത്തിൻ്റെ ദിവസമാണ്. അത് മറ്റൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ അത്രയും പരിമിതമായ ദിവസങ്ങളെ ഇവിടെ ചെലവഴിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു പരിമിതി ഉണ്ടെന്ന് ജനങ്ങൾക്കറിയാം, വോട്ടർമാർക്കും അറിയാം. അതൊരു പ്രയാസമായിട്ട് അവർ സാധാരണ കണക്കാക്കാറില്ല. എൻ്റെ പരിമിതി അവർ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ 2 മന്ത്രിസഭകളെ നയിച്ചു. അതിൽ ഏത് ഊഴമാണ് വ്യക്തിപരമായി കൂടുതൽ തൃപ്തി നൽകിയത്? 2 ഊഴവും നല്ല തൃപ്തികരമായ ഊഴം തന്നെയാണ്. നല്ല നിലക്ക് മന്ത്രിമാരെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കാര്യങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ ശരിയായ രീതിയിൽ ഇടപെടാൻ അവർ സന്നദ്ധരായിട്ടുണ്ട്. രണ്ടും നല്ല അനുഭവം തന്നെയാണ്. 2ാമത്തെ മന്ത്രിസഭയിൽ താരതമ്യേന പ്രായം കുറഞ്ഞവരായിരുന്നു കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ടായിരുന്നോ? വ്യത്യാസമുണ്ടായിട്ടില്ല. നല്ല പക്വതയോടെ അവർ പല കാര്യങ്ങളിലും നിർവഹിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ആരും പുറകോട്ട് പോയിട്ടില്ല. അതാണ് നേരത്തെ നമ്മൾ നല്ല മികവോടെ ചില വകുപ്പുകൾ കൈകാര്യം ചെയ്ത് അതിന് പകരമാകുമോ എന്നൊരു സംശയം പലരും പ്രകടിപ്പിച്ചിരുന്നല്ലോ. അത്തരം വകുപ്പുകളിലൊക്കെ നല്ല മികവോടെ തന്നെ പിന്നീട് വന്നവരും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അഭിപ്രായവും പൊതുവായിട്ട് വരുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയില്ല. അത് മറ്റേ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇത് പുറകോട്ട് പോയി എന്ന തരത്തിലുള്ള അഭിപ്രായം പിന്നീട് വന്നിട്ടില്ല.